അടൂർ പെക്സ് 2024 ഞാനിപ്പോൾ നിൽക്കുന്നത്. പത്തനംതിട്ട ജില്ലാ ന്യൂമിസ്മാറ്റിക് ആൻഡ് ഫിലാറ്റലിക് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 35ാമത്തെ എക്സിബിഷനാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലബിലെ മെമ്പേഴ്സായിട്ടുള്ള ആളുകളാണ് ഇവിടെ സാധനങ്ങൾ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. അവരോടൊപ്പം തന്നെ സാധനങ്ങൾ വിൽക്കുവാനായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. പത്തനംതിട്ട ക്ലബിൻ്റെ ഒരു അംഗമായ രഘുനാഥ് സാറിൻ്റെ കളക്ഷനാണ് നമ്മളിനിയും പരിചയപ്പെടുവാനായിട്ട് പോകുന്നത്. ഈ ക്ലബിലുള്ള അംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലുള്ള ഒരു കളക്ഷനാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചെയ്യുന്ന കളക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. റെഡി? പഴക്കമുള്ള ഗണ്ണാണ്, ഇപ്പോഴും ഉപയോഗിക്കുന്ന ഗണ്ണാണ്. ഇത് തോട്ടാത്തോക്കാന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇംഗ്ലീഷിൽ തന്നെ 12 ബോർ ഗണ്ണെന്ന് പറയും. വളരെ പവർഫുള്ളാണ്. 12 തരത്തിലുള്ള തിരകൾ ഉപയോഗിക്കാവുന്ന ഒരു തോക്കാണ്. ഇത് ലൈസൻസിലേക്ക് ഉപയോഗിക്കുന്നത്. ലൈസൻസുള്ള തോക്കാണ്. വെടിയുണ്ട ബോക്സാണ്. ഇത് പട്ടാളക്കാരും അതുപോലെ തന്നെ പോലീസുകാരും ഒക്കെ ഉപയോഗിക്കുന്ന ആദ്യകാലത്തിൽ വർഷങ്ങൾ പഴക്കമുള്ള ഒരു വെടിയുണ്ട ബോക്സാണ്. ബോക്സിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിന് ബുള്ളറ്റ് പ്രൂഫാണ്, വെടിവെച്ച ഏക്കത്തിൽ. ഇത് അന്ന് തൊട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 10-75 വർഷം പഴക്കമുള്ള ഒരു ബോക്സാണ്. അതുപോലെ ഇത് പോലീസ് സേനയും അതുപോലെ പട്ടാളക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫ്ലാസ്കാണ്. ഇത് ഏത് കാലാവസ്ഥയിലും അതിൻ്റെ വിപരീതമായിട്ടുള്ള അനുഭവമാണ് ഈ ഫ്ലാസ്കിൻ്റെ അകത്തിട്ട്. ഇപ്പോൾ ഇത് അപൂർവമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു പാറയാണ്, കടലിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു പാറയാണ്. ഇത് രാമസേതു പാലം പണിയുന്നതിന് ഈ പാറയാണ് ഉപയോഗിച്ചത്. പാമ്പം പാലം പണിയുന്നതിന് ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്ന ഈ പാറയാണ്. അതുകൊണ്ടാണ് ഇതിനെ കേടുകൂടാതെ നിലനിൽക്കുന്നത്. ഇത് വെള്ളത്തിലെപ്പോഴും പൊങ്ങിക്കിടക്കും. രാമസേതുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന പാറയാണ്. ഇത് പഴയകാല ആദ്യകാലത്തുള്ള എയർ പിസ്റ്റലാണ്. 40-45 വർഷം പഴക്കം വരും. എയർ പിസ്റ്റലാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോഴെല്ലാം വിപുലമായിട്ട് പുതിയ എയർ പിസ്റ്റൽ വന്നു. ഇത് പഴയ കാലത്തെ എയർ പിസ്റ്റലാണ്. ഇതെന്താണ് സാറേ? ഇത് വന്ന് ഒരു ആംബുലൻസിൻ്റെ എംറ്റിയാണ്. ഇത് റബ്ബർ ബുള്ളറ്റ് എന്ന് പറയും. റബ്ബർ ബുള്ളറ്റിൻ്റെ എംറ്റിയാണ്. ഇത് 163 ഗ്രാം തൂക്കമാണ്. ഇത് വന്ന് CO2 സിലിണ്ടറാണ്. CO2 കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ചുള്ള ഒരു സിലിണ്ടറാണ്. ഇത് എയർ പിസ്റ്റൽ ഉപയോഗിക്കുന്ന സിലിണ്ടർ. ഇത് വടക്ക് നോക്കിയ യന്ത്രമാണ്. എഞ്ചിനീയേഴ്സ് എഞ്ചിനീയർമാർ ഉപയോഗിക്കുന്ന ഒരു വടക്ക് നോക്കിയ യന്ത്രമാണ്. ഇതൊരു കടലിൽ കൂടെ പോകുന്ന കപ്പലിൻ്റെ പൊക്കം, അതിൻ്റെ ദൂരം എല്ലാം അളക്കുന്ന, ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കരയിരുന്നുകൊണ്ട് അളക്കാവുന്നുള്ള ഒരു ഉപകരണമാണ്. അത് ഓസറെന്ന് പറയും. ഇത് വന്ന് തോക്ക് തുടയ്ക്കുന്ന ഒരു തുണിയാണ്. ഈ തുണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓയിൽ പെട്ടെന്ന് വലിച്ചെടുക്കും, വെള്ളവും പെട്ടെന്ന് വലിച്ചെടുത്ത് ഉണക്കും. അത് അങ്ങനെയുള്ള ഒരു തുണിയാണ്. ഇത് കോട്ടനാണ്, ഒരു പ്രത്യേകതരം കോട്ടനാണ്. ഇതിന് ഈ ലൈനുണ്ടാവും, ചുവപ്പ് ലൈനുണ്ടാവും. ചുവപ്പ് ലൈനുള്ള ഈ കോട്ടൺ കണ്ടു കഴിഞ്ഞാൽ തോക്ക് തുടയ്ക്കുന്ന തുണിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് നാഗപ്പെട്ടി എന്ന് പറയും. പെട്ടി നാഗത്തകട് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. തുരുമ്പിക്കത്തില്ല, ഒരു കാലവും തുരുമ്പിക്കത്തില്ല. ഇതിനെ നല്ല വർഷത്തെ പഴക്കമുണ്ട്. എനിക്കൊരു 120 വർഷം പഴക്കം. തലമുറയായിട്ട് നമ്മളെ സൂക്ഷിക്കുന്നൊരു സാധനമാണ് നാഗപ്പെട്ടി. ഇത് ഗോൾഡിൻ്റെ മാറ്റ് നോക്കുന്ന ഒരു കല്ലാണ്. മാറ്റുന്ന ഇത് രാമശില എന്ന് പറയും. ഇത് രാമശില, സോറി കേട്ടോ, ഇത് രാമശില, ഇത് സീതശില. അങ്ങനെ നമ്മൾ ക്യാരറ്റ് നോക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പഴയകാല കല്ലാണ്. ബ്രിട്ടീഷ് നാണയമാണ്. അടൽ ബിഹാരി വാജ്പേയി തന്നെ 2001 ഒരു പിടിയുണ്ട്. എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ അപ്പം ഇദ്ദേഹത്തിൻ്റെ ചുവട്ടിന് ഞാൻ ഓട്ടക്കാരൻ